കണ്ട വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടിൽ ഓടിയിരുന്ന ഒരു വോൾവോ ബസ് അപകടത്തിൽപ്പെട്ട് ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഇത്രയധികം ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ സ്ലീപ്പർ ബസ്സുകൾ ഉള്ളത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്ലീപ്പർ ബസ്സുകൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഞാൻ ഇന്ത്യയിൽ നിന്നും ലണ്ടൻ വരെ വളരെ വലിയ ഒരു 8 മാസം നീണ്ടു നിന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുള്ള ഒരു യാത്ര നടത്തിയ ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആകെ സ്ലീപ്പർ ബസ്സുകൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഇന്ത്യയിലുണ്ട്, പിന്നെ തായ്ലൻഡിലുണ്ട്, കംബോഡിയയിലുണ്ട്, ലാവോസിലുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് സ്ലീപ്പർ ബസ്സുകൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് നിങ്ങൾ ഒരു സ്ലീപ്പർ ബസ്സുകൾ കണ്ടിട്ടുണ്ടോ? സ്ലീപ്പർ ബസ് കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലതവണ സ്ലീപ്പർ ബസ്സുകൾ അവിടെ നോക്കി, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അമേരിക്കയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർനൈറ്റ് പോകുന്ന സ്ലീപ്പർ ബസ്സുകളുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ വികസിത രാജ്യങ്ങളിലൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും സ്ലീപ്പർ ബസ്സുകൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പല ആൾക്കാരും ടൂറിസ്റ്റ് ബസ്സുകളുടെ വിഷയം വന്ന സമയത്ത് നമ്മൾ കുറേ MVDനെ കളിയാക്കി ഇല്ലേ? നമ്മൾ MVD അതിന് വെള്ള പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു, വെള്ള പെയിൻ്റ് അടിച്ചാൽ അപകടം കുറയുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ കളിയാക്കി. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം അതിനകത്തുള്ളത് കൊണ്ടാണ് MVD ഒക്കെ പല കാര്യങ്ങളും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അധികാരികളുടെ ഭാഗത്തുണ്ടായ ഒരു വലിയൊരു അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നതും തീ പിടിക്കുന്നതുമായിട്ടുള്ള ആ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലെയുള്ള സ്ലീപ്പർ ബസ്സുകൾ, അതിപ്പോൾ കർണാടക RTC ആണെങ്കിലും KSRTC ആണെങ്കിലും പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും ഏതാണെങ്കിലും യാത്രക്കാരുടെ സുരക്ഷ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്.